ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ സ്ഥാനാർത്ഥിയായ മഞ്ഞളാംകുഴി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സാർ ഈ ഒരു അവസാനഘട്ട നിമിഷത്തിൽ സാറിന് പറയാനുള്ളത്? ഇനി 12 മണിക്കൂർ മാത്രമുള്ള ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ളത്. ഒരു സംശയവും വേണ്ട, ഈ പ്രാവശ്യം അതിഗംഭീരമായിട്ട് ഒരു വിജയമായിരിക്കും UDF ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പോകുന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. ജനങ്ങളെല്ലാം വളരെ ആവേശത്തിലാണ്. ദേ ആർ വെയിറ്റിംഗ് ഫോർ റിവെഞ്ച്. മനസ്സിലായില്ലേ? ഈ ഗവൺമെന്റിനെ ഒഴിവാക്കണം, എങ്ങനെയെങ്കിലും ഈ ഗവൺമെന്റ് ഒഴിവാക്കാതെ ഒരിക്കലും രക്ഷയില്ല നാടിനെ. അപ്പോൾ അതൊരു വലിയ ഇതായിട്ട് എടുത്തിട്ടാണ് അവർ. ഒരു സംശയം വേണ്ട, അവർ ഇപ്രാവശ്യം നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ വികസനം, കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന വികസനം മുന്നോട്ട് വെച്ചിട്ടാണോ ജനങ്ങളുടെ അടുത്തേക്ക്? ഒരു സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 528 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ 5 കൊല്ലം കൊണ്ട് നടപ്പിലാക്കി. അത് മാത്രമല്ല, അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്, അല്ലാതെ വലിയ വലിയ കാര്യങ്ങളല്ല. കുടിവെള്ളം, ഇലക്ട്രിസിറ്റി, റോഡ്, സ്കൂള്, ആസ്പത്രി, ഈ കാര്യങ്ങളാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ആവശ്യം. അപ്പോൾ അതവർക്കറിയാം, കൃത്യമായിട്ട് അവരിത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ താല്പര്യത്തിലാണ്. ഞങ്ങളിനി വിജയിക്കുകയാണെങ്കിൽ മങ്കട മണ്ഡലത്തിൽ വിപുലമായിട്ടുള്ള രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കും. ഞങ്ങൾക്ക് സ്വപ്ന പദ്ധതികൾ ധാരാളമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോകുന്നില്ല. സ്വപ്ന പദ്ധതികൾ ധാരാളമുണ്ട്. അത് നടപ്പിലാക്കാനുള്ള ശ്രമമായിരിക്കും ഇനി അടുത്ത പ്രാവശ്യം നടത്തുന്നത്. UDF തന്നെ പോയ ഒരാൾ LDF സ്ഥാനാർത്ഥിയായിരുന്നത് വെല്ലുവിളിയായിട്ടുണ്ടോ? ഇല്ല, ഒരു വെല്ലുവിളിയില്ല. അതുകൊണ്ട് കുറച്ചുകൂടി ആൾക്കാർ മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ UDF ഒക്കെ പ്രവർത്തകരെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് സത്യം. അവര് ഇവിടുന്നാണ് പോയി ഒരു കാരണമില്ലാതെ പോയതാണെന്നാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത്. ഒരു സ്ഥാനത്തിന് വേണ്ടി പോകുമ്പോൾ അത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. സ്വാഭാവികമായിട്ട് ജനങ്ങൾ വളരെ താല്പര്യപൂർവ്വം അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. LDFന്റെ വോട്ട് പോലും ഇങ്ങോട്ട് തിരിച്ചു വരും തോന്നുന്നുണ്ടല്ലേ? അത് സ്വാഭാവികമായിട്ട് ഞാൻ മത്സരിക്കുന്ന സമയത്തൊക്കെ കുറെ എൻ്റെ പഴയ സ്നേഹിതന്മാരൊക്കെ ഉണ്ട് LDFന്റെ. അപ്പൊ അവരൊക്കെ തന്നെ എനിക്ക് വോട്ട് ചെയ്യും. വ്യക്തിപരമായിട്ട് ധാരാളം വോട്ട് ലഭിക്കാനുള്ള സാധ്യത ഇപ്രാവശ്യം ഞാൻ കൂടുതൽ കാണുന്നുണ്ട്. Jam June Hypermarket, exceeding expectations.